ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഇൻട്രോ എടുക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം. നാട്ടിൽ കണ്ണൂരെത്തി ഞാൻ. എൻ്റെ മാമൻ്റെ മോള് ശിവാനി ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. എൻ്റെ അമ്മയുടെ എൻ്റെ അനിയത്തിയുടെ പിറന്നാളായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ നാളെ എനിക്ക് വീക്ക് ഓഫ്. അപ്പം നേരെ കണ്ണൂർക്ക് വെച്ച് പിടിച്ച് രാവിലെ ഇൻട്രോ എടുക്കാനൊന്നിനുണ്ട് സമയം ഉണ്ടായില്ല. രാവിലെ 6 മണിക്ക് ഷിഫ്റ്റ്, 6:30ക്ക് ട്രെയിന്, 6 മണി വരെ ഷിഫ്റ്റ്, 6:30ക്ക് ട്രെയിന്. അപ്പോൾ എന്താ അത്രയും ധൃതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇപ്പോൾ സമയം ഏകദേശം എത്രയാണ്? സമയം ഏകദേശം ഇപ്പോൾ 12:30 1 മണിക്കടുത്തായി. വീട്ടിലെത്തി. ഏതാ സിന്റെ കളേഴ്സിന്റെ പല്ലുവേദന വന്നിട്ടാണ് തോന്നുന്നു. ഞാൻ രാവിലെ വീട്ടിൽ പറയാണ്ട് വന്ന്. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു വരുന്നത് 2 ദിവസം മുന്നേ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛൻ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛനോട് ചോദിച്ച് പറഞ്ഞു വന്ന്. പക്ഷെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ അമ്മ ചോറൊന്നും ഉണ്ടാക്കിയില്ല. ചോറ് അധികം ഉണ്ടാക്കിയില്ല. ഞാൻ അമ്മ മാത്രമേ ഉള്ളതുകൊണ്ട് അമ്മ അധികം ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. വന്നപ്പോൾ പെട്ടെന്ന് അമ്മ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സാധനങ്ങൾ. അച്ഛനടിയുണ്ട്, അമ്മയുണ്ട്, ശിവ മാമൻ്റെ മോള്. മാങ്ങാച്ചാറ്, ക്യാരറ്റ് വറവ്, മുരിങ്ങയില വറവ്, സാമ്പാറ്, ഉപ്പിലിട്ട മാങ്ങ. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മ മീനെല്ലാം ആക്കുന്നു. ഞാൻ പറയാണ്ട് വന്നുകൊണ്ടൊന്നുമില്ല. ഞാൻ പറയാണ്ട് വന്നുകൊണ്ടെന്നാ ഞാനൊന്നും വിട്ടുപോയി. അമ്മ വിചാരിച്ചിട്ടില്ല ഞാൻ വരുന്നുള്ളത്. അത് നമുക്ക് അതറിയാം. അതാ ഇന്ന് അമ്മേൻ്റെ പിറന്നാൾ. അമ്മേൻ്റെ അല്ല അനിയത്തിൻ്റെ പിറന്നാളായിരുന്നു. അമ്മ പറ എങ്ങനെയുണ്ടായി ഞാൻ പറയാണ്ട് വന്നേരമുള്ള ഫീലിങ്സ്? ഞാൻ ഞെട്ടിപ്പോയി പെട്ടെന്ന്. കുട്ടികൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് മൂത്തൊക്കെ സർപ്രൈസ് എന്ന്. നോക്കണ്ട ഞാൻ ചെന്തണി നോക്കണ്ടെന്ന് പറയുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ കയറി അകത്തോട്ട് വരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരാൾ വരുന്നത്. ഇന്ന് പുലർച്ചൊക്കെ കൂടെ വിളിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല വരുന്നത്. രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിരുന്നേരം തന്നെ വിളിച്ച് പറഞ്ഞ് ഉറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഇത് 6:30 വണ്ടിക്ക് കയറി ഞാനിവിടെ വന്ന്. ഈ സാധനങ്ങളെല്ലാം ആദ്യം കണ്ടിരുന്നു ഞാൻ വരുന്നത്. ഞാൻ ആരോടും പറയാണ്ട് വീട്ടിൽ കയറാന്ന് വിചാരിച്ചാൽ ഓട്ടോ ഇറങ്ങിയതും കയറി വന്നു ഇവള് അല്ല, ഞാൻ ഓട്ടോ ഇറങ്ങി കയറി വരുന്നതും ഇവള് കണ്ടു. ഇവരെ എവിടെയോ പോകാൻ വേണ്ടി നിന്നതാ. ഇതിന് പല്ല് വായു മുഴുവൻ പുഴുപ്പല്ല. ഒരു നല്ല പല്ലൊന്നുമില്ല, മുഴുവൻ പുഴുപ്പല്ല. മുഴുവൻ പുഴുപ്പല്ല. അപ്പം പുഴുപ്പല്ല് കാണിക്കാൻ വേണ്ടി പോകാൻ നിന്നത്. അന്നേരമാണ് ഞാൻ ഓട്ടോയിൽ വരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ശേഷം ഞാൻ എന്താ
വരുമ്പോൾ വീഡിയോ എടുക്കണം, അമ്മേനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ എന്താ എടുക്കണം എന്നുള്ളതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ എന്താ, ഫോണിൻ്റെ ചാർജ് ഇല്ലായിരുന്നു. ചാർജ് അവിടുന്ന് ട്രെയിൻ കയറിയപ്പോൾ ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ട്രെയിനിൻ്റെ ചെറിയ വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിച്ച് ഗെയിമെല്ലാം കളിച്ച് അങ്ങനെ ഇതായപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു. കണ്ണൂർ ട്രെയിൻ ഇറങ്ങി ബസ് കയറുന്നവരെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു. അതിൻ്റെ ബസ്സിൻ്റെ തന്നെ വീഡിയോ ഒന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എന്തായി, ചാർജ് തീർന്നു. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായി പോയി. വന്നപ്പോൾ അമ്മ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മ വന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ തുടങ്ങാമില്ല അല്ല, ഈ സാധനങ്ങൾ കണ്ട വീഡിയോ അത് എടുക്കണമെന്നുണ്ടേ, അതെടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഫോണിൻ്റെ ചാർജ് ഇല്ലാത്തത് ഒന്നും പറ്റിയില്ല. ബാക്കിയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ വെറുതെ വന്ന് പുറത്തോട്ട് ഇറങ്ങുക. ഇവളുടെ പല്ല് കാണിക്കാൻ ഇവള് പോകുന്നു. പല്ലിട കേട് വന്ന് വായിട ഇങ്ങനെ നീര് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ പോകുന്നു. ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് തരാം. എന്നാ ഒച്ചപ്പാട്? ആരാ കൂടാരോ? ഇങ്ങോക്ക് മേടിച്ചോ? നോക്ക് നോക്കപ്പാ, നീ ഹിന്ദി പഠിച്ചല്ലോ. ഞങ്ങൾ പോയിട്ട് വരുന്നേ. നീ ഹിന്ദി എല്ലാം അമർന്ന് വീണിട്ട് ഇപ്പെങ്കിലും സൗണ്ട് വന്നല്ലോ. ഹോയ് പല്ലുകാൻ എടുത്തിട്ട് മിണ്ടുന്നില്ല, ഒരക്ഷരം മിണ്ടാണ്ട് നിൽക്കല. ഈ അളവിനെടുക്കണ്ടേ? ചെറിയ ചാർജടിക്കുമ്പോൾ വെള്ളം കെട്ടിക്കുന്ന സ്ഥലമാണ് വഴുതിട്ട്. ആരൊക്കാണേ അച്ഛ കേറാൻ വഴിയില്ല. നോക്കൂല നോക്കൂലോ നോക്കൂലോ ചാടാ ഊരിടുന്നതിനാ പറ്റി. ഡോക്ടറെ 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 ശിവ നമ്മളെവിടെയും പോയിട്ട് വന്നല്ലേ? ശിവക്ക് എന്തിനാണ് ഹാപ്പി ബർത്ത്ഡേ? ആ മുട്ടായി സന്ദീപിന് വയ്ക്കുന്നല്ല ഞാൻ വാങ്ങിയാന്ന്. സന്ദീപിന്റെ അമ്മ എന്റെ പാസ്വേഡ് അതിൻ്റെ അകത്തുണ്ടേനു, അതാ ഉണ്ട് അച്ഛ വെക്കുന്ന. നീ എന്തിനാ ഇത് ഓണാക്കി? നീ ഒന്നുമില്ലേ അത്ര സമയം പോയിനാ? ഒരു 2 മിനിറ്റാ.
അപ്പം അണ്ടി പൂത്തൽ ഒരേ 2 വേണം പിറന്നാൾ കേക്ക് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ To you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday നിനക്ക് ലാസ്റ്റ് തരുന്നുള്ളൂ. കഴിക്കില്ല. എല്ലാരോടും കൂടി പറയാം ഒരു കഷ്ണം നേരത്തെ വേറല്ലേ. നീ തിന്നാൻ പാടില്ല, നിന്റെ പല്ലിന് അല്ലെങ്കിലേ പുഴുവാ. നീ തിന്നറ ഞാൻ തിന്നോ. ഇതൊന്നും വെച്ച ശൈല ഇതൊന്നും വെച്ചാൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ മധുരം തേച്ച് ഇവിടെ ഒറ്റ ഇത് മൽക്കാലം കുറച്ചോട്ട് കേക്ക് ഡയറി മിൽക്ക് നീ തിന്നില്ലാണോ? കാട്ടുട്ടി അക്കുന്റെ ഫോട്ടോ ഇട്ടിന്. അല്ല പേന്റ് വെള്ളപ്പേന്റാന്ന് കണ്ണനെ വെച്ചെടുത്താ വെള്ളപ്പേന്റാ ഇടുവാന്ന് പറഞ്ഞു. അടി അമ്പലത്തിലെ പരിപാടി. എന്റെ വിഘ്നേശ് എന്നാണ്, കൃഷ്ണനല്ല. നീ കൃഷ്ണനെ വിളിച്ചോ? എന്ത് തരണേന്ന്? ശിവേ ഹരികൃഷ്ണൻ നിന്റെ എവിടെ പോന്ന് എവിടെ കുതിരയിലുണ്ട്. കുതിരയെ പാർക്കൊന്നും അല്ല. നിന്നോട് സർപ്രൈസ്. ഐസ്ക്രീം പാർലറല്ലേ? ഐസ്ക്രീം വേണ്ട, പലൂത വേണ്ട. സാധനങ്ങളെല്ലാം ഉണ്ടാവും അവിടെ. ഇതാണ് പെട്രോൾ പമ്പിൽ എനിക്കിത് സന്തോഷമാണ്. പെട്രോൾ പമ്പിൽ എനിക്കിന്ന് സന്തോഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എവിടെ പോകുന്നെന്ന് അറിയാമോ? സ്ഥലത്താണ് അവിടെ പോയിട്ട് നമുക്ക് വീടെടുക്കാം. അപ്പൊ ഗൈസ് നമ്മൾ എവിടെയാണ് പോകുന്നത് അറിയാം, ഈ സ്ഥലത്താണ്. അപ്പം എല്ലാവർക്കും
ഒച്ചയില്ല, സൗണ്ടില്ല. കല്ലെടുത്ത് വെക്കടാ. ഇപ്പൊ നിന്നെ വേണ്ട. ശിവ ഇല്ല. കുപ്പായത്തിലല്ല മണ്ണാട്ട്. പേടിയില്ലാണ്ട് കേടി വെക്കട്ടെ. അമ്മ ചെലപ്പോ നാച്ചുറലായിട്ട് കെട്ടിടത്തിനുള്ളിലിരുന്ന് ഇതാകാണ്ട് നാച്ചുറലായിട്ട് വെറൈറ്റി. എല്ലാവരും ഒന്നിച്ചിരിക്കാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ അഭിപ്രായത്തിലും പോയി ബുക്ക് ചെയ്ത് ചിലപ്പോൾ അന്ന് പെണ്ണിന്റെ നിശ്ചയം ഇവിടെ എല്ലാം വെച്ചത്. ഇവിടുത്തെ നമ്മുടെ ഉത്താടന്റെ അതില് ജിൽക്കിസ നിശ്ചയം വെച്ചെന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. നിശ്ചയം ഇവിടെ വെച്ചെന്നല്ലോ. ആൾ വന്നാലും ഒരു കുഴപ്പമില്ലല്ലോ. നമുക്ക് എത്ര കസേര ഉണ്ട് ഇപ്പോൾ? ഒരുപാട് സ്ഥലമില്ലേ? എല്ലാവരും ഓരോ ഗ്യാങ്ങായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രസമല്ലേ? അതിനൊരു ഇത്. പിന്നെ ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ വേണമെങ്കിൽ നിശ്ചയിച്ച് കിട്ടില്ല. നല്ല ഫോട്ടോ. മുന്നേ കുളിക്കുന്നല്ലോ. ഉണ്ടാക്കുന്ന മര്യാദയ്ക്ക് കവ അളകുന്നില്ല ചേച്ചി. എന്റെ തന്നെ എന്റെ ബലോജ അടിക്കുന്നു. പക്ഷെ നീ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ ഒന്ന് ഇരുന്ന ദിവസം, വീട്ടുകാരുടെയൊക്കെ കൂടെ സന്തോഷത്തോടെ ഇരുന്ന ദിവസം. നാളെ ഇനി ഉച്ചയ്ക്ക് തിരിച്ചു പോകണം. മറ്റന്നാൾ രാവിലെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ബൈ ബൈ പറ.